നമസ്കാരം. നമ്മുടെ ഇന്നത്തെ എക്സാം 8ൻ്റെ ഒരു പണി തന്നെയാണെന്ന് പറയാം. പല കുട്ടികളും ആ ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല. മീൻസ് അവർ പ്രതീക്ഷിച്ച പല ക്വസ്റ്റ്യൻസിൻ്റെയും പാറ്റേൺ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ പല കുട്ടികളും പറഞ്ഞത് ഫിസിക്സ് ഇത്തിരിയുടെ നല്ലതായിരുന്നു, അതിനേക്കാളും നല്ല ടഫായിരുന്നു മാത്സ് എന്നാണ്. ചെറിയ പ്രോബ്ലംസുകളൊന്നും വലിയ കുഴപ്പമില്ലെങ്കിലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും വലിയ മാർക്കിന് ആകെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു എന്നാണ്. ഒന്നാമതേ പഠിച്ചുകൊണ്ട് പോയേക്കുന്നത് ഇത്തിരിയാണ്. ആ ഇത്തിരിന്ന് വന്നതുപോലും ചെയ്യാനുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻ അല്ല വന്നത്. പിള്ളേരുടെ എല്ലാം പ്രതീക്ഷയായിരുന്നു ലീനിയർ പ്രോഗ്രാമിങ്. എല്ലാവരും 2 ഇക്വേഷൻസൊക്കെ വരുമ്പോൾ അങ്ങോട്ട് തകർക്കാമെന്ന് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ 3 ഇക്വേഷൻ കണ്ടു. പിള്ളേർ തകർന്നു പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങളായിരുന്നു ഇന്നത്തെ എക്സാമിന് വന്നത്. ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം നമ്മുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിന് മുൻപുള്ള മോഡൽ എക്സാമാണ്. പല സ്കൂളുകളിലാണെങ്കിൽ പോലും 2 ഇക്വേഷൻസുകളെ മാത്രമേ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ ലീനിയർ പ്രോഗ്രാമിങ്. 3 ഇക്വേഷൻസും പിന്നെ വേഡ് പ്രോബ്ലംസുകളൊന്നുമേ ചെയ്യിച്ചിട്ടില്ല. ചില സ്കൂളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് 2 ഇക്വേഷൻസിൻ്റെ ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 20ാമത്തെ ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് 6 മാർക്കാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ തന്നെ ഈ 6 മാർക്ക് കിട്ടണമെങ്കിൽ ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോൾ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ അതിന് പോവും, ശരിയായിട്ട് ചെയ്ത് തീരുമ്പോൾ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അരമണിക്കൂർ ഉറപ്പാണ്. ഇതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ അരമണിക്കൂർ പോയാൽ പിന്നെ ബാക്കി എവിടെ നിന്ന് എഴുതും? രണ്ടാമത് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ 3 ക്വസ്റ്റ്യനാണ്, 9 മാർക്കാണ്. ഈ വർഷം അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മാർക്സിൻ്റെ വെയിറ്റേജിനുള്ളിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ വീഡിയോ ഉടൻ തന്നെ ഇടും. പിന്നെ പല ക്വസ്റ്റ്യൻസുകളും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി വന്ന് വെക്റ്റർ ആണെങ്കിൽ പോലും വന്നേക്കുന്ന 14ാമത്തെ ചോദ്യം, ഞാനിപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും പറയുന്നില്ല. 14ാമത്തെ ചോദ്യം പ്രൊജക്ഷനൊക്കെ എല്ലാവരും പഠിച്ചുകൊണ്ടാണ് പോയത്. വെക്റ്റർ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ അനദർ വെക്റ്റർ ബി എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി. പക്ഷെ അവിടെ ചെന്നപ്പം ഒരു വെക്ടറിനെ കാണുന്നുള്ളൂ. ബി എന്ന് പറഞ്ഞാൽ 2a എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുമില്ലായിരുന്നു. എ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, എന്നിട്ട് കിട്ടുന്ന വെക്ടറിനെ ബി എന്ന് എടുത്തിട്ട് വേണം എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി കണ്ടുപിടിക്കാം. പക്ഷേ അതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരാൾ പറഞ്ഞു കൊടുത്താൽ സിമ്പിളാണെന്നുള്ളത് തോന്നുകയും ചെയ്യും. പക്ഷേ ആ ചെറിയ ഗ്യാപ്പ് അത്ര ഈസി അല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രത്യേകിച്ച് മാത്സിനെ പഠിച്ചോണം. കാരണം അതെല്ലാത്തിനും ആവശ്യമാണ്. കുറച്ച് നാളുകൊണ്ട് മാത്സ് അത്ര പ്രശ്നമല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് അതിൻ്റെ മാറ്റം വന്നു തുടങ്ങിയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഏകദേശമൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. രൂപവും ഭാവമൊക്കെ മാറി. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ക്രാഷ് കോഴ്സ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈ മാറ്റങ്ങൾ വരുത്തി എല്ലാം തന്നുള്ള ക്ലാസ്സുകൾ കിട്ടും. ഇത്രമേ ഉള്ളൂ. ആകെ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ നമ്പർ തരിക. എൻ്റെ നമ്പർ 98467085. അത് കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ മാറ്റങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് എക്സാമിന് എത്തിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അത് ഓക്കെയാണ്, 4 മാർക്കും ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ 16ാമത്തെ 2 പാർട്ടിൽ ഒരു പാർട്ട് ഓക്കെയാണ്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് അതും ചെയ്യാൻ കണ്ടോ. ഫൈൻഡ് നൈദർ എ നോർ ബി. പലർക്കും ചിലപ്പോൾ അത് അറിയുന്നില്ല. ഇവരും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും രണ്ടാമത്തെ പാർട്ട് മിക്കവാറും അത് ചെയ്ത് കാണത്തില്ല. ഓക്കെ, പിന്നെ മറ്റുള്ള പ്രോബ്ലങ്ങളൊക്കെ വന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നത്. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 24. ഹൗ ഫാസ്റ്റ് ദ ഏരിയ ഇൻക്രീസിങ്? അവിടെ dv/dt ആണ് തന്നിരിക്കുന്നത് 24 cm³/s. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് dA/dt ആണ്. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് നമുക്കൊരു dx/dt കണ്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതും ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ 12ാമത്തെ പല കുട്ടികളും ചെയ്ത് കാണത്തില്ല. ഏരിയ എലിപ്സിൻ്റെ ഏരിയയാണ്. പക്ഷെ അറിയാമായിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല. എന്തോ എനിക്ക് ഇതിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ ചെയ്യാൻ മടി കാരണം ചെയ്യാനായിരിക്കും. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രോബ്ലം ഇല്ല. പിന്നെ ഒരു ഗ്രാഫ് വന്നിരുന്നു 4ാമത്തെ ക്വസ്റ്റ്യന്. ഗ്രാഫിൽ നിന്നും ഇൻക്രീസും ഡിക്രീസിൻ്റെ ഇൻ്റർവെലിനെ കണ്ടുപിടിക്കാനും എന്നിട്ട് ഐഡൻറ്റിഫൈ ദ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ. അതൊന്നും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും അതൊന്നും കുട്ടികൾ ചെയ്തിട്ടില്ല. പിന്നെ പണി വന്ന വഴി മറ്റൊരെണ്ണമായിരുന്നു. നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യനിൽ കോസ് ഇൻവേഴ്സ് കോസ് 7π/6. ഇത് പലരും ചെയ്ത് കാണില്ല, ഒട്ടുമിക്കവരും തൊട്ടിട്ടില്ല. രണ്ടാമത് തൊട്ടവരെല്ലാം പൊള്ളിയിട്ടുമുണ്ട്. മീൻസ് കറക്റ്റാക്കാൻ വളരെ കുറവാണ്. റെയർ ആൾക്കാർ, മീൻസ് കുറച്ച് കുട്ടികൾ വല്ലതും ശരിയാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇതാണ് വരുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ കുട്ടികളെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. സൈൻ്റെയും കോസിൻ്റെയും തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ്.
അപ്പോൾ ഇവിടെ 7π/6 π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി 7π/6 7 × 30 210 ഇതിനെ നമുക്ക് 180 + 30 കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ 3 മാർക്ക് എന്നുള്ള ഓർമ്മയാണ് ഒരു കുട്ടി പ്രോബ്ലം ഉണ്ട് 3 മാർക്ക് അപ്പോഴും ഓർത്തോണം അതിനുള്ളിൽ പ്രശ്നം ഉണ്ട്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ്റെ ആദ്യമായിട്ടാണ് അവിടെ ഇപ്പോൾ ഈയിടെ വന്നതിനുള്ളിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലായിരുന്നു. അത് ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ആയിരുന്നു x-1 ബൈ ഇൻ്റഗ്രൽ x-1 ബൈ x² - 4x - 5 ഇത് ചെയ്യുന്ന കുറച്ച് സമയം എടുക്കും ഏകദേശം ഒരു പേജും 1.5 പേജിന് അടുത്തുണ്ടാവും. അവിടെ വരെ തെറ്റിക്കാതെ പോകാമെന്ന് പറഞ്ഞാൽ ലേശ ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ അവനും ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ശരിയാക്കിയുണ്ടെങ്കിലും ലാസ്റ്റിലത്തെ പാട് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു ചിലപ്പോൾ കുട്ടികൾക്കെല്ലാം അബദ്ധം പറ്റിയത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി. അവിടെ നിങ്ങൾക്ക് നോക്കിക്കേ x² - 1 4 2x - 1 എന്നാണ് ഇവിടെ 2 x > 2 ഇങ്ങനെയുള്ള ഇത് കണ്ടിന്യൂസ് അല്ല കേട്ടോ. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് തെറ്റിയെന്താണെന്നറിയാമോ ലെഫ്റ്റ് ലിമിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കിട്ടും റൈറ്റ് ലിമിറ്റ് ചെയ്യുമ്പോഴും 3 കിട്ടും 2 × 2 കേട്ടോ. പക്ഷേ ഡയറക്റ്റ് ഒരു 4 ആയിപ്പോയി അപ്പോൾ ഈക്വലാവുന്നില്ല കണ്ടു. പക്ഷേ അതുകൊണ്ട് ആ സമയത്ത് എല്ലാവരും കണ്ടിന്യൂസ് ആണെന്ന് എഴുതി വെച്ച് കാണാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കറക്റ്റ് ആണെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ നിങ്ങൾക്ക് കുഴപ്പം പിന്നെ മെട്രിസസ് പിന്നെ കുഴപ്പമില്ല. മറ്റൊരു പ്രശ്നം വന്നേക്കുന്നത് നമ്മുടെ സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ് മിക്കവർക്കും ഫ്രാക്ഷൻ വന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഫ്രാക്ഷൻ വന്നെന്നാണ് പറഞ്ഞേക്കുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ അങ്ങനെ ഫ്രാക്ഷൻ വരുന്നത് വളരെ കുറവാണ് റെയറാണ്. പക്ഷേ ഇതിനകത്ത് എല്ലാ കുട്ടികളും പറയുന്നത് കറക്റ്റ് ഒരു ഇൻറ്റീജർ അല്ല XYZ കിട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ അവിടെയും എന്തോ ഒരു ക്വസ്റ്റ്യനിൽ കുഴപ്പമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിനുള്ളിൽ എല്ലാം തെറ്റുണ്ടാവും. ഏതാണെന്നുള്ളത് നമുക്കത് പിന്നെ കാണാൻ പറ്റും. 18ാമത്തെ ഓക്കെ നോ പ്രോബ്ലം. അവിടെ നമുക്ക് പ്രതീക്ഷിച്ചത് y = √sin x ഡിവൈഡ്സ് 1/2 √sin x × cos x. നെക്സ്റ്റ് ഉറപ്പ് നമ്മളെപ്പോഴും പറയുന്ന ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് പാരാമെട്രിക്കിൻ്റേത്. നെക്സ്റ്റ് y = x⁻x അതും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ഒന്നും പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ അതും പ്രോബ്ലം ഇല്ല. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ്റെ 6 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. e⁻x × sin x ഒട്ടുമിക്ക ആൾക്കാർ നോക്കിയിട്ടില്ല. അത് പക്ഷേ നിങ്ങളുടെ നേരത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വന്നിരുന്നു. അത് I എന്ന് കൊടുത്തും 2 തവണ പ്രോഡക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്ത് കിട്ടേണ്ടതാണ്. ഇത്തിരി പാടാണ്. അപ്പോൾ അവിടെ നെക്സ്റ്റ് നമുക്ക് 0 to π/2 sin³ അതിൻ്റെ ആയിരുന്നു. അത് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല എന്ന ടോപ്പിക് ഈ വർഷം അതാണ് ചോദിച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഓർമ്മ വരും. ലെറ്റ് I ഓൾസോ I ആഡിങ് 2i എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യമായിട്ട് പിന്നെ വരാം. കാരണം ഇപ്പം നമുക്ക് ഇതിൻ്റെ ഓവറോൾ എന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിനിയും ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതെന്നല്ല നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കൂടുതൽ സമയം ഇനി ഇപ്പം പഠിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അലേർട്ടാവണം. ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യണം പഠിക്കാൻ. പ്രത്യേകിച്ച് മാത്സ് നിങ്ങൾ ഇത്തിരി കൂടുതൽ ഹൈ പ്രോബ്ലംസ് കൂടെ ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾ നിർബന്ധിതരാകുകയാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എനിക്ക് തോന്നി അതാണ്. ഇനിയും നിങ്ങൾ ഇത്തിരിയോടൊക്കെ കൂടുതൽ വർക്ക് ചെയ്യണം. ഇനി ഇതൊക്കെ വിട്ടേര് ഈ പ്രശ്നങ്ങളൊക്കെ വിട്ടേര് പഠിക്കാൻ തുടങ്ങിക്കോ. അടിപൊളിയായിട്ട് പഠിച്ചോണം. കാരണം എന്തായാലും എക്സാം ഇങ്ങനെയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ തൊട്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പഠിക്കുക. അടിപൊളിയായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ വരും. പിന്നെ ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുള്ള ക്ലാസ്സുകൾ തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.